നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ അലീനയ്ക്ക് കൂട്ടിരിക്കാനായിട്ട് വന്നേക്കുകയാണല്ലോ കൃഷ്ണമോളെ കൂട്ടിരിക്കാനായിട്ട് കൊണ്ടുവന്നാക്കിയേക്കാണ്. അപ്പോൾ രാത്രിയൊക്കെ ബാലചന്ദ്രനാണ് നിൽക്കേണ്ടി വരിക എന്നുള്ളത് കൊണ്ട് അതൊരിക്കലും വൈദ്യ സമ്മതിച്ച് കൊടുക്കത്തില്ല എന്ന് ബാലചന്ദ്രൻ അറിയാം. അതുകൊണ്ടാണ് കൃഷ്ണമോളെ കൊണ്ടാക്കിയേക്കുന്നത്. കൃഷ്ണമോൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അലീനയുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ മനുവിനോട് വീട്ടിലേക്ക് പോകാനും പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോവുകയും പിന്നീട് കാണിക്കുന്ന സീന് കിടിലൻ എപ്പിസോഡായിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അടിപൊളിയായിരുന്നു. എല്ലാവരും കാണാൻ കാത്തിരുന്ന ഒരു എപ്പിസോഡായിരുന്നു അല്ലേ, കാണാൻ കാത്തിരുന്ന ഒരു സീനായിരുന്നു. അങ്ങനെ ഹരിക്കിട്ട് നല്ലതുപോലെ ഹരിയെ നന്നായിട്ട് പെരുമാറുകയാണ് നമ്മുടെ മനു. തലങ്ങും വിലങ്ങും തല്ലാണ്, ചോദ്യം പറച്ചിലും ഒന്നുമില്ല, അങ്ങോട്ട് തല്ല് മാത്രമേ ഉള്ളൂ. ഹരിയാണെങ്കിൽ ജീവൻ പോകുന്നത് പോലെ പെടയാണ്. കാരണം മനുവിൻ്റെയൊക്കെ ഓരോ തല്ല് കിട്ടുമ്പോഴും ഭയങ്കര വേദനയാണ്. എന്നെ ആദ്യമൊക്കെ കുറച്ച് വാശി കാണിക്കുന്നുണ്ടെങ്കിലും ലാസ്റ്റ് എന്നെ തല്ലല്ലേ മനുവേട്ടാ, എനിക്ക് തല്ലല്ലേ, എന്നെ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ കമലയാണെങ്കിൽ ഡോറിൻ്റെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മനു വന്നേ, ഡോറ് തുറന്നേ, ഹരി മനു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യണമല്ലോ. അങ്ങനെ ആ സമയത്ത് മനു ഡോറ് തുറക്കുകയും അപ്പോൾ ഹരിയുടെ അവസ്ഥ കണ്ടിട്ട് കമലയ്ക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട് കേട്ടോ. കമല ചോദിക്കുന്നുണ്ട്, നീ എന്താടാ എൻ്റെ കുഞ്ഞിനെ ചെയ്തത്, അവനെ എന്തിനാടാ ഇങ്ങനെ തല്ലിക്കൊല്ലാനാക്കിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയണോ നീ പറയണോ എന്ന് ചോദിക്കുകയാണ് മനു. എന്തിനാണ് ഞാൻ നിന്നെ തല്ലിയത് എന്നുള്ളത് പറ എന്ന് പറയാണ്. ആദ്യം ഒന്ന് പറയാൻ മടിച്ചെങ്കിലും പിന്നീട് എല്ലാ കാര്യങ്ങളും ഹരി പറയുന്നുണ്ട് കേട്ടോ. വള്ളി പുള്ളി തെറ്റാതെ പറയാണ്. എന്തിനാണ് കടപ്പാട്ടൂർ പോയതെന്ന്, മലീനയ്ക്ക് മയക്കുമരുന്ന് ചേർത്ത് ജ്യൂസ് കൊടുത്തതും അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. ഇതൊക്കെ കേട്ടിട്ട് മനുവിൻ്റെ ഒരു ചോദ്യമുണ്ട്, പെറ്റ തള്ള കേൾക്കേണ്ട വാക്കുകളല്ലേ മോൻ്റെ നാവിൽ നിന്ന് കേട്ടത് എന്ന് ചോദിക്കുകയാണ് മനു. അതോടുകൂടിയിട്ട് കമല ഭയങ്കരമായിട്ട് എന്താ പറയുക, ആകെ തകർന്നു പോകട്ടോ. ഹരിയുടെ അടുത്തുനിന്ന് ഇങ്ങനൊരു കാര്യം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഹരിക്ക് എന്തൊക്കെയോ ചുറ്റുപാടുകളുണ്ട്, ചുറ്റിക്കളികളുണ്ട് എന്നറിയാമെങ്കിലും ഇത്രയും ചീപ്പായി ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഹരി പറയുന്നുണ്ട്, മനു പറയുന്നുണ്ട് കമലയോട്, അമ്മ കേട്ടല്ലോ, ഇക്കാര്യങ്ങളൊക്കെ കേട്ടല്ലോ, ഇവനെ കണ്ടു പഠിക്കാനല്ലേ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം അമ്മയ്ക്ക് സമാധാനമായില്ലേ, ഇവനെയാണോ ഞാൻ കണ്ടു പഠിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് മനു കമലയോട്. കമലയ്ക്കാണെങ്കിൽ ഉത്തരം മുട്ടിങ്ങനെ നിൽക്കുകയാണ്. കാരണം അത്രയും അപമാനമാണ് വന്നേക്കുന്നത്. മനു അവിടെ ഹോസ്പിറ്റലിൽ പോയി നിൽക്കുന്നത് അപമാനമാണെന്ന് പറഞ്ഞ ആളാണ് കമല. അപ്പോൾ മകൻ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തത് അറിയുമ്പോഴുള്ളൊരവസ്ഥ കമല ആകെ തകർന്ന് നിൽക്കുകയാണ്. മനുവിനെ ഒറ്റ തള്ളു കൊടുത്തുകൊണ്ട് മനു അവിടെ, ഹരിയെ ഒറ്റ തള്ളു കൊടുത്ത് കട്ടിലേക്ക് ഇട്ടുകൊണ്ട് മനു അവിടെ നിന്ന് പോകുക കേട്ടോ. കമല ആകെ രണ്ടും കെട്ടതിൽ ഇങ്ങനെ നിൽക്കണം. മനു ചെയ്തത് ശരിയാണോ, ഹരി ചെയ്തത് ശരിയാണോ എന്നറിയാത്ത രീതിയിൽ നിൽക്കണം. കാരണം എങ്ങനെയാണെങ്കിലും മനുവിനെ കമല കുറ്റപ്പെടുത്തുള്ളൂ. ഇപ്പം ഇങ്ങനെ അത് കേട്ട ഷോക്കിൽ നിൽക്കുകയാണെങ്കിലും ഹരി ചെയ്തത് തെറ്റാണെന്ന് അറിയാമെങ്കിലും മനുവിനെ മാത്രമേ കുറ്റപ്പെടുത്താൻ സാധ്യതയുള്ളൂ. കാരണം അതും ആർക്ക് വേണ്ടിയിട്ടാണ് അവർ സംസാരിക്കുന്നത്, അവനൊക്കെ സംസാരിക്കുന്നത്, മനു സംസാരിക്കുന്നത് വെറും ഒരു വേലക്കാരി പെണ്ണിന് വേണ്ടിയിട്ടാണ്. അതൊരിക്കലും കമലയ്ക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഹരി ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ മനു പോയ വഴി ഇങ്ങനെ കമല നോക്കുന്നുണ്ട്. അതിനുശേഷം ഹരിയെ നോക്കുകയാണ്. ഹരിയാണെങ്കിൽ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നെ ഒരുപാട് തല്ലി എന്നൊക്കെ പറയാണ്. കമലയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് കമല ഹരിക്കിട്ട് നല്ല തല്ല് കൊടുക്കുന്നുണ്ട്. നീ എന്ത് ചെറ്റത്തരാണ് കാണിക്കാൻ പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമലയെ നന്നായിട്ട് ഹരിയെ തല്ലാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. കാരണം അത്രയും ഒരു വൃത്തികെട്ട പണിയാണ്. അത് മാത്രമല്ല അവളിങ്ങനെ ഹോസ്പിറ്റലിൽ ആവുകയും ചെയ്തു. അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ ആരും അറിയില്ല. അങ്ങനെയൊക്കെ പോവുകയാണെങ്കിലും ചിലപ്പോൾ കമലയ്ക്ക് കുഴപ്പം കാണത്തില്ല. ആരും അറിയാതെ അവരെന്ത് ചെറ്റത്തരം ചെയ്താലും കമലയ്ക്ക് കുഴപ്പം കാണത്തില്ല. പക്ഷേ ഇതൊക്കെ നാട്ടിൽ അറിഞ്ഞാലുള്ളൊരു പ്രശ്നം, പോലീസ് കേസായാലുള്ളൊരു പ്രശ്നം, അതൊക്കെ ആലോചിച്ചിട്ടാണ് കമലയ്ക്ക് ടെൻഷൻ. ഹരിക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുന്നതും അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ കമല ആണെങ്കിൽ പിന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോകണം. അങ്ങനെ താഴേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് മനു തൻ്റെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മനുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, കമല ചോദിക്കുന്നുണ്ട്, എടാ മനു, ഇനി അവളെങ്ങാനും പോലീസ് കേസിന് പോകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ തൃപ്തിയായല്ലോ, അമ്മയുടെ പൊന്നാര മോൻ ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. എടാ അത് അവർ വെറുതെ തമാശയ്ക്ക് ചെയ്തു തരും. ഇതാണോ അമ്മയെ തമാശ, അമ്മയ്ക്ക് ഇതൊക്കെയാണോ തമാശ, അമ്മ എന്ത് സംസാരിക്കുന്നത്, അമ്മയും ഒരു സ്ത്രീയല്ലേ, ഒരു സ്ത്രീയോട്, ഒരു പെണ്ണിനോട് ചെയ്യുന്ന ഇങ്ങനത്തെ വൃത്തികെട്ട കാര്യങ്ങളാണോ തമാശ, അത് അവളുടെ വയറ്റിലേക്ക് കുത്തി കയറ്റില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവിടെ
അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? അമ്മ ഒന്ന് ആലോചിച്ച് നോക്കി എന്ന് പറയുമ്പോൾ, എടാ അതിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. അതല്ല, ഇനി അതങ്ങനെ ഒന്നും സംഭവിച്ചില്ല, ഓക്കെ ശരി, അവൾ അവളുടെ വയറ്റിലേക്ക് കത്രിക കുത്തി കയറ്റി, അവളെങ്ങാനും മരിച്ചു പോയിരുന്നെങ്കിലോ? എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? എങ്ങാനും പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കേസും തെളിയിക്കില്ലേ? അപ്പോൾ എന്തായിരിക്കും അമ്മയുടെ മകൻ്റെ അവസ്ഥ? കൊലക്കേസിലല്ലേ പ്രതിയാകുന്നത് എന്ന് ചോദിക്കുകയാണ് മനു. അതൊന്നും സംഭവിച്ചില്ലല്ലോ, ഇനി അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ച് നീ വലിയ വിഷയമാക്കല്ലേ. എന്താണെങ്കിലും നിൻ്റെ അനിയനല്ലേ, അവനോട് ക്ഷമിക്കേണ്ടത് നീയല്ലേ മനു എന്നൊക്കെ ചോദിക്കുമ്പോൾ, അവനോട് ക്ഷമിക്കാനോ? ഈ ജന്മത്തിൽ ഈ ചെയ്ത പ്രവൃത്തിക്ക് ഞാൻ അവനോട് ക്ഷമിക്കത്തില്ല. അതെന്താണ് നീ അങ്ങനെ പറയുന്നത്? നിൻ്റെ അനിയനല്ലേ, അവനെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരേണ്ടത് നീയല്ലേ. അവനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി തെറ്റ് തിരുത്തി കൊടുത്ത് അവനെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരണം എന്ന് പറയാണ് കമല. അപ്പോൾ മനു പറയുന്നുണ്ട്, അവനെ ഒരിക്കലും നന്നാക്കാൻ പറ്റത്തില്ല അമ്മേ, അവൻ നന്നാവത്തില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഓരോ പ്രോബ്ലം അവനുണ്ടാക്കുമ്പോഴും ഞാൻ അതിലൊക്കെ ഇടപെട്ടിട്ട് അവനെ രക്ഷിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അമ്മയുടെ വാക്ക് കേട്ടിട്ട്. പക്ഷേ ഇതുപോലുള്ള കേസിലൊന്നും എന്നെ പ്രതീക്ഷിക്കേണ്ട അവൻ്റെ പുറകെ നടക്കാനായിട്ട്. ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് അവനെ രക്ഷിക്കാനായിട്ട് നടക്കില്ല. അലീനെ എങ്ങാനും കേസ് കൊടുത്താൽ കേസ് കൊടുത്തത് തന്നെയാണ്. അവനെ രക്ഷിക്കാനായിട്ട് ഒരു കാര്യത്തിനും എൻ്റെ സപ്പോർട്ട് ഉണ്ടാവത്തില്ല എന്ന് പറയണം. അതിന് മാത്രം അവൾ ആരാടാ നീ ഒരു വേലക്കാരി പെണ്ണിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാദിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒരു വേലക്കാരി പെണ്ണിന് വേണ്ടിയിട്ടല്ല ഞാൻ വാദിക്കുന്നത്, ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്. ഒരു പെണ്ണിൻ്റെ അഭിമാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വാദിക്കുന്നത്. ഒരു പെണ്ണിൻ്റെ മാനം നഷ്ടപ്പെടുത്തിയിട്ട് അതിൻ്റെ പുറകെ തൂങ്ങുന്ന അമ്മയുടെ മകൻ്റെ പുറകെ നടക്കാനേ എനിക്ക് പറ്റത്തില്ല. അവനെ അങ്ങനെ ഒരു പോലീസ് കേസ് അങ്ങനെ എന്തൊക്കെ ഇഷ്യൂ വരികയാണെങ്കിൽ അവൻ അത് അനുഭവിക്കുക തന്നെ വേണ്ടി വരും എന്നൊക്കെ പറയണം. ഞാൻ അലീനയോട് പറയത്തില്ല കേസിനും കൂട്ടത്തിനൊന്നും പോകണ്ടെന്ന്. അത് അവളുടെ തന്നെ സ്വന്തം തീരുമാനമായിരുന്നു. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറയണേ. അപ്പോൾ കമല വീണ്ടും മനുവിനോട് ഇങ്ങനെ വാദിക്കുന്നുണ്ട്, എടാ നീ ഒന്ന് ക്ഷമിക്കുക, അവനെ എങ്ങനെയെങ്കിലും നമുക്ക് നന്നാക്കിയെടുക്കാമെന്ന് പറയുമ്പോൾ, അമ്മ കയറൂരി വിട്ടേക്കല്ലേ അമ്മയുടെ പൊന്നു മോനെ, പുന്നാര മോനാണ്, ഇളയ മകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നേക്കാളും ലാളിച്ച് കൊഞ്ചിച്ച് അവനെ വഷളാക്കി വെച്ചേക്കല്ലേ. ചോദിക്കുമ്പോഴൊക്കെ പൈസ അങ്ങനെ എടുത്തു കൊടുക്ക്. അവൻ എന്താ ചെയ്യുന്നത്, അവൻ എവിടെയാണ് പോകുന്നത്, കോളേജിൽ പോകുന്നുണ്ടോ, അവൻ്റെ കൂട്ടുകാരൊക്കെയാണ്, അവൻ ആരൊക്കെ കാണുന്നു എന്നൊക്കെ അമ്മ അന്വേഷിക്കാറുണ്ടോ? ഇല്ലല്ലോ, ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു, ബാംഗ്ലൂർ വരെ പോയി ജോലി ചെയ്യുന്നു, എനിക്ക് എന്നെപ്പറ്റി യാതൊരു ടെൻഷനുമില്ല, ഞാൻ എന്തെങ്കിലും ഒരു അപമാനം ഇന്ന് വരെ വരുത്തി വെച്ചിട്ടുണ്ടോ? ഇവൻ ഇങ്ങനെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും എന്നൊക്കെ പറയണം മനു. അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമോളയും അതുപോലെ അലീനയാട്ടോ. അവർ തമ്മിൽ ഭയങ്കര കൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കുകയും ഓരോ വിശേഷങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് ഒരു അനിയത്തിക്കുട്ടി കൂടി ഉണ്ട് കേട്ടോ എന്ന് പറയണം. അതാരാ ചേച്ചിക്ക് വേറൊരു അനിയത്തിക്കുട്ടി? അന്ന് ഞാൻ പോയില്ലേ, ഓ രേവതിക്കുട്ടിയല്ലേ എന്ന് പറയണം. രേവതിക്കുട്ടി അവളെപ്പോലെ തന്നെയാണ് എനിക്ക് നീയും എന്ന് പറയണം. അവളെക്കാൾ കൂടുതൽ ഒരു ബന്ധം നമ്മൾ തമ്മിലുണ്ട് എന്ന് പറയണം അലീന. അതെന്താ ചേച്ചി, അനിയത്തിക്കുട്ടിയേക്കാളും കൂടുതലൊരു ബന്ധം? അതൊക്കെ ഉണ്ട്, നീ എൻ്റെ പുന്നാരനിയത്തിക്കുട്ടിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അവളിങ്ങനെ കൊഞ്ചിക്കാട്ടോ. ശരി ശരി, എനിക്ക് മനസ്സിലായി ചേച്ചി സോപ്പിംഗ് ആണല്ലേ. ഞാൻ എന്തിനാടി നിന്നെ സോപ്പിടുന്നേ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. പിന്നെ ചേച്ചി, മനുവേട്ടൻ ഇന്നലെയും മിനിയാന്നൊക്കെ ഇവിടെ തന്നെ ആയിരുന്നില്ലേ? മനുവേട്ടൻ എന്താ ഇവിടെ ഇങ്ങനെ ചേച്ചിക്ക് കൂട്ടിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതും മനുവേട്ടനോട് നീ ചോദിക്കണം. അല്ല, മനുവേട്ടന് ചേച്ചിയോട് എന്തോ ഒരു ഇഷ്ടമുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ, ചേച്ചിക്ക് മനുവേട്ടനോട് ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. നീ എന്താടി പെണ്ണെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് അലീന ചോദിക്കുമ്പോൾ, അല്ല എനിക്കൊരു സംശയം, മനുവേട്ടന് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നതാണ് കുറച്ചായിട്ട്. മനുവേട്ടന് ആദ്യമൊന്നും കടപ്പാട്ടൂർ എപ്പോഴും വരത്തൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ കൂടെ വരുന്നുണ്ട് എന്ന് പറയണം. അത് അവിടെ മുത്തശ്ശി ഉള്ളതുകൊണ്ടല്ലേ? മുത്തശ്ശി പണ്ടും അവിടെ തന്നെ ഉണ്ടായിരുന്നു. മനുവേട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോഴൊന്നും കടപ്പാട്ടൂരിലേക്ക് വരാറില്ല. എന്നിട്ട് മുത്തശ്ശിക്ക് ഭയങ്കര പരാതിയായിരുന്നു മനുവേട്ടൻ വരുന്നില്ലല്ലോ എന്ന്. ഇപ്പോൾ അങ്ങനെയല്ല, മനുവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതെന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയാൻ പാടില്ല, നീ തന്നെ ചോദിച്ചു നോക്ക്. അങ്ങനെയൊന്നുമില്ല, ചേച്ചിക്ക് അറിയാം, ചേച്ചി കൂടി അവിടെ ഉള്ളതുകൊണ്ടാണ് മനുവേട്ടൻ വരുന്നത് എന്ന്. നീ ഒന്ന് പോടി പെണ്ണെ, നീ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നുണ്ടെല്ലാം, ഞാൻ കുറച്ച് നാളായിട്ട് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. മനുവേട്ടൻ കൂടെ വരുന്നു, ഇടയ്ക്കിടയ്ക്ക് വരുന്നു, വിളിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അറിയിച്ചില്ലെങ്കിൽ ചേച്ചിയെ വഴക്ക് പറയുന്നു, ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ചേച്ചിയെ രക്ഷിക്കുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ, അത് മാത്രമല്ല ഇപ്പോൾ ഹോസ്പിറ്റലിലായിട്ട് 2 ദിവസം രാവും പകലും ഉറക്കമൊഴിച്ച് ചേച്ചിക്ക് കൂട്ടിയിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. എന്ത് മനസ്സിലാക്കാൻ?
ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, മനുവേട്ടന് ചേച്ചി ഒരുപാട് ഇഷ്ടമാണ്, അതുപോലെ ചേച്ചിക്ക് മനുവേട്ടനെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം എന്ന് പറയുമ്പോൾ, നീ എന്തൊക്കെയാടി പെണ്ണെ പറയുന്നത്, നീ ഒന്ന് പോയേ, മനുവേട്ടനല്ലേ എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, മനുവേട്ടനല്ലേ എൻ്റെ ലോക്കൽ ഗാർഡിയൻ, എന്നെ അവിടെ നിന്ന് എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്നത് മനുവേട്ടനല്ലേ, അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കേണ്ടത് മനുവേട്ടൻ തന്നെയല്ലേ, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് മാത്രമാണോ ചേച്ചി, സത്യം പറ, എന്നോട് കള്ളം പറയണ്ട കേട്ടോ, എന്നെ ഒളിക്കാനൊന്നും പറ്റത്തില്ല, എനിക്ക് കൂർമ്മ ബുദ്ധിയാണ്, എനിക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന് എപ്പോഴും എല്ലാവരും പറയും, എന്ത് കാര്യം ഞാൻ കണ്ടെത്തും എന്ന് പറയാണ്. ഓ, നീ ഒരു CID വന്നേക്കുന്നു, ഓരോ കാര്യങ്ങളും കണ്ടെത്തിക്കൊണ്ട് എന്നൊക്കെ പറയണ അലീനേട്ടോ. ഒന്ന് പോ ചേച്ചി, നമുക്ക് പിന്നെ സംസാരിക്കാരും, ഞാൻ എന്തായാലും രണ്ടുപേരെയും കയ്യോടെ പിടിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് കൃഷ്ണമോള്. ചേച്ചി നമുക്കിന്ന് ഫുഡ് ഓർഡർ ചെയ്താലോ, നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചാലോ എന്ന് പറയുമ്പോൾ, എടി മോളെ എനിക്ക് അങ്ങനെ ഒരുപാട് കട്ടിയുള്ള ആഹാരമൊന്നും കഴിക്കാൻ വയ്യ, എന്നാലും റൈസൊക്കെ കഴിക്കാമല്ലോ, ഇച്ചിരിയൊക്കെ ചിക്കൻ കഴിക്കാം, നമുക്ക് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചാലോ എന്ന് ചോദിക്കുകയാണ് കൃഷ്ണമോള്. എടി അപ്പോൾ ഈ ഫോണിലൂടെ ഇങ്ങനെ പറഞ്ഞാൽ ആളിവിടെ കൊണ്ടുവന്ന് തരുമോ? ആ തരും ചേച്ചി, നമുക്ക് ഇവിടെ ഇരുന്ന് ഓർഡർ ചെയ്താൽ മതി, സാധനം ഇവിടെ നമ്മുടെ മുന്നിലെത്തും എന്ന് പറയണ. അങ്ങനെയൊക്കെ പറ്റുമല്ലേ എന്ന് ചോദിക്കുന്നിട്ട് അലീന. നമുക്കെന്നാ ഓർഡർ ചെയ്താലോ? എന്നാ നീ ഓർഡർ ചെയ്തോ എന്ന് പറയണ. നീ ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലേ വീട്ടിൽ നിന്ന് ചാടിക്കയറി ഇങ്ങോട്ടേക്ക് വന്നത്, ഇവിടെ സ്വസ്ഥമായിട്ടിരിക്കാമല്ലോ. സത്യം പറയാലോ ചേച്ചി, എനിക്ക് ഒരു ദിവസം അമ്മയുടെയും ചേച്ചിയുടെ അടുത്തുനിന്ന് ഒന്ന് രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു. ചേച്ചിയാണെങ്കിൽ എൻ്റെ ചെവി തിന്നും, അമ്മയും അങ്ങനെ തന്നെയാണ്, ഓരോ കുറ്റങ്ങളും കുറവും പറഞ്ഞ് അമ്മയും പുറകെ നടക്കും. ഒരു ദിവസം ഒന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. അപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ചോദിച്ചത്, നീ വരുന്നോ ഹോസ്പിറ്റലിലേക്കെന്ന്. ഞാൻ ചാടി കയറി എസ്സും പറഞ്ഞു. എന്നിട്ട് നിൻ്റെ അമ്മ ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് അലീന. അമ്മ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, അമ്മയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന്. പക്ഷേ അച്ഛൻ വിട്ടില്ല, അച്ഛൻ പറഞ്ഞു അവളുടെ ഇഷ്ടത്തിന് അവൾ വന്നോട്ടെ എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഞാൻ അച്ഛൻ്റെയും മനുവേട്ടൻ്റെയും പോലെ കുറച്ച് നാണോ മാനോ ഇല്ലാത്തവളാണെന്ന് അമ്മയോട് പറയുകയും ചെയ്തു, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയാണ് കൃഷ്ണ. അങ്ങനെ കൃഷ്ണമോള് ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ബാലചന്ദ്രൻ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. ആ സമയത്ത് വൈജ ദേഷ്യപ്പെട്ടുകൊണ്ട് വരികയാണ്. എന്നാലും ആ കൃഷ്ണമോൾ അവിടെ കൊണ്ടുവന്നാക്കിയില്ലേ ബാലചന്ദ്രൻ, ഇത് എന്തിൻ്റെ സൂക്കേടാണ്, ഇനി അവൾ രാവിലെ എഴുന്നേറ്റ് സ്കൂളിലേക്കൊക്കെ പോകുന്ന എന്താ ഉറപ്പ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ രാത്രി വിളിച്ച് അവളെ സെറ്റാക്കിയിട്ടുണ്ട്, അവൾ സ്കൂളിലേക്ക് പൊക്കോളും, അവൾ സ്കൂൾ വിട്ടിട്ട് നേരെ വീട്ടിലേക്കാണ് വരിക, പിന്നെ ഹോസ്പിറ്റലിലേക്കൊന്നും പോകത്തില്ല എന്ന് പറയണം. അപ്പോൾ ഇന്ന് ആരാണ് പകൽ അവൾക്ക് കൂട്ടിയിരിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് ഞാൻ കൂട്ടിയിരിക്കും, അല്ലാതെ നീ പോയി കൂട്ടിയിരിക്കുമോ എന്ന് ചോദിക്കണം. എൻ്റെ പട്ടി പോകും അവൾക്ക് കൂട്ടിയിരിക്കാനായിട്ടെന്ന് പറയണ വൈചേട്ടം. അപ്പോൾ അതന്നെയാണ് പറഞ്ഞത്, ഇന്ന് ഞാൻ പോകുമെന്ന്, നിൻ്റെ പട്ടി ഇപ്പം ഞാനാണല്ലോ എന്ന് പറയണം. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് ബാലചന്ദ്രനോട് വൈജ പറയുമ്പോൾ, നീ ഒരുപാടൊന്നും ഉദ്ദേശിക്കേണ്ട, നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വൈജയോട് പറയാണ് ബാലചന്ദ്രൻ. അങ്ങനെ ബാലേന്ദ്രൻ അങ്ങനെ പോകുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അതേസമയം മുത്തശ്ശി വൈജയോട് ചോദിക്കുന്നുണ്ട് എന്താണ് അലീനയുടെ അവസ്ഥ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല, ഡിസ്ചാർജ് ചെയ്ത് വരാവുന്നതേ ഉള്ളൂ, ഹോസ്പിറ്റലുകാർ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് അവിടെ ഇങ്ങനെ പിടിച്ച് നിർത്തണ്ടേ, അതിനുവേണ്ടി പിടിച്ച് നിർത്തുന്നതാണ്, അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ, പിന്നെ ചുമ്മാ ഹോസ്പിറ്റലിൽ അവിടെ പിടിച്ച് നിർത്തുമോ, മുറിവൊന്നും ഉണങ്ങണ്ടേ, അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് പറയണം മുത്തശ്ശി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കൃഷ്ണമോളെയും അലീനയാണ്. കൃഷ്ണമോളും അലീനയും കൂടെ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെയാണ്. കൃഷ്ണമോളാണെങ്കിൽ സ്കൂളിലേക്ക് പോകാനുള്ള യൂണിഫോം ഒക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്, സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തനിച്ച് പോകാൻ പറ്റത്തില്ല, അച്ഛൻ വന്നതിന് ശേഷം അച്ഛൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബസ് സ്റ്റോപ്പ് വരെ. അപ്പോൾ അതിനായിട്ട് അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ബാലചന്ദ്രനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കൃഷ്ണമോളും. അപ്പോൾ ആ സമയത്ത് ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, നീ പോവുകയാണല്ലേ? ഞാൻ പോവുകയാണ്, എന്താ എന്ന് ചോദിക്കുമ്പോൾ, നീ ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ നല്ല രസമായിരുന്നു എനിക്ക്, നീ പോകുമ്പോൾ എന്തോ പോലെ എന്ന് പറയുമ്പോൾ, ഞാൻ പോയിട്ട് ഇത് ഇങ്ങോട്ട് തന്നെ വരട്ടെ. അയ്യോ വേണ്ട, നിൻ്റെ അമ്മ വഴക്ക് പറയും, മോൾക്ക് ഒരുപാട് പഠിക്കാനൊക്കെ ഉള്ളതല്ലേ, അത് ഞാൻ ഇന്നലെ ഇവിടെ ഇരുന്ന് പഠിച്ചതുപോലെ പഠിച്ചോളാം. ഞാൻ കണ്ടു നീ ഇന്നലെ ഇവിടെ ഇരുന്ന് പഠിക്കുന്നത്, നീ ഇന്നലെ കുറേ സംസാരിച്ച് സമയം കളഞ്ഞ് ഒന്നും പഠിച്ചൊന്നുമില്ലല്ലോ എന്ന് പറയണം. അത് ശരിയാണ്, ഞാൻ കുറച്ചൊക്കെ ചേച്ചിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ് ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ എന്ന് പറയാണ് രേവതി നമ്മുടെ കൃഷ്ണമോള് അലീനയോട്. എന്നാൽ ഞാൻ പോയിട്ട് വരാം അല്ലേ, ഞാൻ പോവാം അല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊഞ്ചുന്നുണ്ട്. ആ സമയത്താണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ.
എന്താ രണ്ടുപേരും കൂടെ കാലത്തന്നെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. നീ റെഡി ആയോ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴേ റെഡിയായി വെച്ചാൽ എനിക്ക് കറക്റ്റ് സമയത്ത് സ്കൂളിൽ എത്തണ്ടേ എന്ന് പറയാണ് കൃഷ്ണമോള്. അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട്, ഇവള് വല്ല കുഴപ്പമുണ്ടാക്കിയോ മോളെ, ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ അലീന എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാക്കിയില്ല സാർ, അവൾ എൻ്റെ കുഞ്ഞനിയത്തിയല്ലേ, എൻ്റെ അനിയത്തിക്കുട്ടിയല്ലേ അവൾ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമോ, ഇവള് നിന്നെ നല്ലോണമൊക്കെ നോക്കിയെന്ന് ചോദിക്കുമ്പോൾ അവൾ എന്നെ നല്ലോണം നോക്കി, എനിക്ക് നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു തന്നു എന്ന് പറയണം. അങ്ങനെയൊക്കെ ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. എന്നാലേ നമുക്ക് പോയാലോ, ഞാൻ ഇവളെന്ത് ബസ് സ്റ്റോപ്പ് വരെ ആക്കിയിട്ട് ബസ് ഒന്ന് കയറ്റി കൊടുത്തിട്ട് വരാം എന്ന്, അതുവരെ ഒറ്റയ്ക്ക് ഇരിക്കണോണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണേ. കുഴപ്പമൊന്നുമില്ല സാർ പോയിട്ട് വന്നോളൂ എന്ന് പറയാണ് അലീന. ആ സമയത്താണ് ബാലചന്ദ്രൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഫോൺ റിങ് ചെയ്യുമ്പോൾ ഒരു അറിയാത്തൊരു നമ്പറാണ്, അൺനോൺ നമ്പറാണ്. അങ്ങനെ ഹലോ എന്നെടുത്ത് ചോദിക്കുമ്പോൾ അത് രേവതിക്കുട്ടിയായിരുന്നു കേട്ടോ. ഹലോ, ഇത് ബാലചന്ദ്രൻ സാറാണോ എന്ന് ചോദിക്കുന്നുണ്ട് രേവതിക്കുട്ടി. അതെ, ആരാ എന്ന് ചോദിക്കുമ്പോൾ അലീന ചേച്ചി നിൽക്കുന്ന വീട്ടിലെ ബാലചന്ദ്രൻ സാറല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെ, ഇത് ഞാനാണ് അങ്കിൾ, ഇത് ഞാൻ രേവതിക്കുട്ടിയാണെന്ന് പറയണേ. രേവതിക്കുട്ടിയാണോ എന്ന് പറയാട്ടോ. അതെ, ഞാൻ രേവതിക്കുട്ടി എന്ന് പറയുന്നുണ്ട്. എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ചേച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല, ചേച്ചിക്ക് ഒന്ന് ഫോൺ കൊടുക്കുമോ, എനിക്ക് ചേച്ചിയോട് സംസാരിക്കാനാണ്, സാർ ഇപ്പോൾ വീട്ടിലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ അലീനയ്ക്ക് ഫോൺ കൊടുക്കാം, സംസാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അലീനയ്ക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട്, രേവതിക്കുട്ടിയാണ് വിളിക്കുന്നത്, നീ സംസാരിക്കും, ഞാൻ നമ്മുടെ കൃഷ്ണമോളെ ഒന്ന് ബസ് കയറ്റി വിട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതേസമയം നമ്മുടെ അലീന ഫോൺ വാങ്ങിക്കൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഹലോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ഇത് എവിടെയാണ് ചേച്ചി, എന്തോരം ഞാൻ വിളിച്ചു, ചേച്ചിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ്. അത് മോളെ ഞാനിപ്പോൾ എന്നൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ രേവതിക്കുട്ടി വീണ്ടും പറയുന്നുണ്ട്, അന്ന് രോഹിത്തേട്ടൻ വന്നിട്ട് രോഹിത്തേട്ടന് ലൈം ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കാൻ പോയതല്ലേ ചേച്ചി, പിന്നെ ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടിയതേ ഇല്ല, ആദ്യമൊക്കെ കുറേ റിങ് ചെയ്തു, പിന്നീട് ചേച്ചിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി എന്ന് പറയാണ് അലീന. അപ്പോൾ അലീന കാര്യങ്ങളൊക്കെ പറയണം. അത് മോളെ ഞാനിപ്പോൾ ഉള്ളത് പാലായിലുള്ള ഒരു ഹോസ്പിറ്റലിലാണെന്ന് പറയണം. ഹോസ്പിറ്റലിലോ, എന്ത് പറ്റി ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അത് മോളെ ഞാൻ നിന്നെ അന്ന് വിളിച്ചില്ലേ, നീ അന്ന് എന്നെ വിളിച്ചില്ലേ, അതിനുശേഷം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയണം. എന്താ ചേച്ചി എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന എല്ലാ കാര്യങ്ങളും പറയാണ്. നീ അന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഞാൻ രോഹിത്തിന് ജ്യൂസ് കൊണ്ടുപോയി കൊടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതേ സമയത്താണ് ബാലചന്ദ്രൻ കൃഷ്ണമോളെ ബസ് കയറ്റി വിട്ടിട്ട് തിരിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ അകത്തേക്ക് കയറാതെ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അലീന രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, നീ അന്ന് വിളിച്ചു വെച്ചതിന് ശേഷം ഞാൻ ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് മുകളിലേക്ക് പോയില്ലേ, ആ സമയത്ത് അവർ ആ ജ്യൂസിൽ എന്തോ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു മോളെ, എനിക്ക് അറിയത്തില്ലായിരുന്നു, അത് ജ്യൂസിന് എന്തോ കയ്പുണ്ട്, അത് ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത് എന്നെ കൊണ്ട് അത് കുടിപ്പിച്ചു, അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അതിൽ മയക്കുമരുന്ന് ചേർത്തേക്കായിരുന്നു, അപ്പോഴാണ് ഞാൻ അവിടെ ഹരിയെയും കണ്ടത്, ഹരി കൂടി ആ റൂമിലുണ്ടായിരുന്നു എന്ന് പറയണം. ചേച്ചി എന്നിട്ട് എന്താ സംഭവിച്ചത്, ചേച്ചിക്ക് എന്താ പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം അലീനയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയാട്ടോ, ആ സമയത്ത് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയണം. അപ്പോൾ എൻ്റെ മാനം രക്ഷിക്കാനായിട്ട് ഞാൻ എൻ്റെ വയറ്റിലേക്ക് തന്നെ കത്രിക കൊണ്ട് കുത്തി ഇറക്കി മരിച്ചു പോവുകയാണെങ്കിൽ മാനം നഷ്ടപ്പെടാതെ മരിച്ചു പോകാലോ, അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം, അല്ലാതെ അവർക്ക് മുന്നിൽ കീഴടങ്ങാൻ ഒരിക്കലും ഞാൻ തയ്യാറല്ലായിരുന്നു എന്നൊക്കെ പറയണം. ഇതൊക്കെ കേട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് ബാലചന്ദ്രൻ. എന്താ താൻ ഈ കേൾക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്, ആകെ തകർന്നൊരു മനുഷ്യനെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ഇപ്പം ഞാൻ കേട്ടത്, രോഹിതും ഹരിയും കൂടി അലീനയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നോ, അതിൽ നിന്ന് രക്ഷപ്പെടാനാണോ അവൾ കത്രിക കൊണ്ട് വയറ്റിലേക്ക് കുത്തി കയറ്റിയത്, ഇതായിരുന്നു രോഹിത്തിൻ്റെയൊക്കെ ടെൻഷൻ, രോഹിത് വീട്ടിൽ വരാൻ നേരം വൈകിയതും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർക്കുകയാണ്. ബാലചന്ദ്രൻ ഇതൊക്കെ കേട്ടിട്ട് ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എന്നിട്ട് പോലീസിൽ പരാതി പറഞ്ഞുകൂടായിരുന്നോ, ബാലചന്ദ്രൻ സാറിനോടും മനുവേട്ടനോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനുവേട്ടൻ ഇന്നലെ എന്നോട് വന്ന് ചോദിച്ചപ്പോൾ മനുവേട്ടനോട് എനിക്ക് സത്യം പറയേണ്ടി വന്നു മോളെ, വേറെ ആരോടും പറയരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അങ്ങനെ പോലീസും കേസും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫ് നഷ്ടപ്പെടില്ലേ മോളെ എന്ന് ചോദിക്കണം. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതൊക്കെ ചേച്ചി നോക്കേണ്ട കാര്യം എന്താണ്, അവർ ചെയ്ത തെറ്റല്ല, അവർ തെറ്റ് ചെയ്തത് കൊണ്ടല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്, അപ്പോൾ അവരെ ശരിക്കും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയല്ലേ വേണ്ടത് എന്ന് ചോദിക്കുകയാണ് രേവതിക്കുട്ടി. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമോ മോളെ, എൻ്റെ സ്വന്തം അനിയനല്ലേ അവൻ, എൻ്റെ സ്വന്തം അനുജനല്ലേ, എൻ്റെ സ്വന്തം ചോരയല്ലേ, അവനെ എങ്ങനെ എനിക്ക് ഈ രീതിയിൽ കൊണ്ടുവരാൻ പറ്റും, അവനെതിരെ എങ്ങനെ ഞാൻ പോലീസിന് മൊഴി കൊടുക്കും എന്ന് പറയണം. ഇത് കേട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കട്ടോ ബാലചന്ദ്രൻ. സ്വന്തം അനിയനാണെന്നോ, ആര് എന്നിങ്ങനെ
പൊന്തിച്ച് നിൽക്കണം. എന്നാലും ചേച്ചി രോഹിത്തല്ലേ ചേച്ചിയുടെ അനിയൻ, ഹരിയെ കൊടുക്കാമായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഹരിയെ മാത്രം അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം രോഹിത്തിൻ്റെ റൂമിൽ വെച്ച് കടപ്പാട്ടൂർ വീട്ടിൽ രോഹിത്തിൻ്റെ റൂമിൽ വെച്ചിട്ടല്ലേ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ സമയത്ത് രോഹിത്തും അവിടെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് രോഹിത്തിനെ രക്ഷിച്ചല്ലേ പറ്റുള്ളൂ. ഒരമ്മയുടെ വയറ്റിൽ പിറന്ന എൻ്റെ സഹോദരനല്ലേ, എൻ്റെ സ്വന്തം ചോരയല്ലേ രോഹിത്ത്. എനിക്ക് അവനെ ഇങ്ങനെ ഒരു ഇതിലേക്ക് തള്ളിയിടാനൊന്നും പറ്റത്തില്ലല്ലോ. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനല്ലേ ഞാൻ ശ്രമിക്കേണ്ടത്. ഞാൻ എങ്ങാനും അവനെതിരെ മൊഴി കൊടുത്തിരുന്നു എങ്കിൽ അവനെ പോലീസ് പിടിക്കും. പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ലൈഫ് പിന്നെ എന്തായിരിക്കും? ജയിലിലായിരിക്കത്തില്ലേ. പിന്നെ ബാലചന്ദ്രൻ സാറിന് തല കുനിച്ച് നടക്കേണ്ടി വരും. വൈജയന്തിയും മാഡത്തിന്, അതായത് എൻ്റെ അമ്മയ്ക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കട്ടോ. ഡോറിൻ്റെ അവിടെ തന്നെ ബാലചന്ദ്രൻ ഇങ്ങനെ നിൽക്കണം. പിന്നെ പറയുന്നുണ്ട്, പിന്നെ അവിടെ എനിക്ക് 2 അനിയത്തിമാരില്ലേ, എൻ്റെ ബബിതയും കൃഷ്ണമോളും. അവർക്ക് പിന്നെ കോളേജിലും സ്കൂളിലൊക്കെ പോയി പഠിക്കാനും ഒരു നല്ല ലൈഫൊക്കെ കിട്ടും. അതൊന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് ഞാൻ അവർക്കെതിരെ പോലീസിന് മൊഴി കൊടുക്കാഞ്ഞത് എന്ന് പറയാണ് അലീന. അപ്പോൾ അലീനയുടെ നാവിൽ നിന്ന് തന്നെ ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിരിക്കുകയാണ്. രോഹിത്തും മനുവും കൂടിയിട്ടാണ് അലീനയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് കത്രികയെടുത്ത് സ്വന്തമായി കുത്തി വയറ്റിൽ മുറിവാക്കിയത് എന്നുള്ള സത്യം അറിഞ്ഞിരിക്കുകയാണ് ബാലചന്ദ്രൻ. അത് മാത്രമല്ല, ബാലചന്ദ്രനെ ഞെട്ടിച്ച മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ള കാര്യം. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, അലീന പറയുന്നുണ്ട്, ഞാൻ അവരുടെ ചേച്ചിയാണ്, ഞാൻ അവരുടെ അമ്മയുടെ വയറ്റിൽ ജനിച്ച, അമ്മയ്ക്ക് ആദ്യം ജനിച്ച മകളാണ് ഞാൻ എന്നുള്ളത് രോഹിത്തിനോ ബബിതയ്ക്കോ കൃഷ്ണനോ ആർക്കും അറിയില്ലല്ലോ. അവർക്ക് ആർക്കും അറിയില്ലല്ലോ. ഞാൻ അവരുടെ ഒരു ഹോം നേഴ്സ്, അവിടുത്തെ വീട്ടുവേലക്കാരി, അത് മാത്രമല്ലേ അവർക്ക് അറിയത്തുള്ളൂ. ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ടല്ലല്ലോ രോഹിത്ത് എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അവൻ്റെ സ്വന്തം ചേച്ചിയാണ് ഞാൻ എന്നുള്ള കാര്യം അവൻ അറിയത്തില്ലല്ലോ. അതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചത് എന്നോട്. സ്വന്തം ചേച്ചിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവൻ എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ ശ്രമിക്കത്തില്ലല്ലോ. അപ്പോൾ അവൻ്റെ ഭാഗത്ത് നിന്ന് അറിയാതെ വന്ന ഒരു തെറ്റായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ആ തെറ്റിൽ നിന്ന് അവനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം. അതായത് ഹരിയുടെ കൂട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും അവനെ രക്ഷിച്ചെടുക്കണം. അതാണ് ഇനി എൻ്റെ ഒരു ലക്ഷ്യം എന്നൊക്കെ പറയണം. എന്നാലും ചേച്ചി ഇത്രയൊക്കെ അനുഭവിച്ചല്ലോ, അതും സ്വന്തം വീട്ടിൽ നിന്ന് എന്നൊക്കെ പറയണം. മാഡം എന്താ പറയണമെന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മ എന്നെ കാണാൻ വന്നിട്ടൊന്നുമില്ല ഇതുവരെ ഇങ്ങോട്ടേക്ക്. അമ്മയൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ട്, എന്നെ കാണാൻ അമ്മയൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന്. പക്ഷെ അമ്മ ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടൊന്നുമില്ല. എൻ്റെ വിവരങ്ങൾ വിളിച്ച് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ചിലപ്പോൾ സാറിനോട് എങ്ങാനും ചോദിക്കുന്നുണ്ടായിരിക്കും എൻ്റെ വിവരങ്ങളൊക്കെ എന്ന് പറയണേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് ബാലചന്ദ്രൻ. വൈജയന്തിയുടെ മകളാണോ അലീന? അതെങ്ങനെ, എന്താണ് ഇവൾ പറയുന്നത്, ഇവൾ എന്താ ഈ പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള ഒരു ഷോക്കിംഗ് സിറ്റുവേഷനിലാണ് ബാലചന്ദ്രൻ നിൽക്കുന്നത്. പിന്നീട് അലീന അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. റൂമിലേക്ക് കയറാതെ പുറത്തേക്ക് തന്നെ പോവുകയാണ്. പുറത്തേക്ക് പോയിട്ട് ആകെ തകർന്നൊരു മനുഷ്യനെ പോലെ കേട്ടതൊക്കെ ഒന്നും വിശ്വസിക്കാനാവാതെ, കേട്ടതൊക്കെ സത്യമാണെന്നോ എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ അവിടെ വന്ന കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരുപാട് എന്നിട്ട് ആ അലീന പറഞ്ഞ കാര്യങ്ങൾ 2-3 കാര്യങ്ങളാണ് ബാലചന്ദ്രൻ വീണ്ടും റിവൈൻഡ് ചെയ്യുന്നത്. ഹരിയും രോഹിത്തുമാണ് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്നും അതിനേക്കാൾ കൂടുതലായിട്ട് എൻ്റെ അമ്മയുടെ വയറ്റിൽ പിറന്ന എൻ്റെ സ്വന്തം അനുജനല്ലേ അവൻ എൻ്റെ സ്വന്തം ചോരയല്ലേ എന്ന് പറഞ്ഞ ആ ഒരു കാര്യം, വൈജയന്തിയുടെ മകളാണ് അലീന എന്ന് ഞെട്ടിക്കുന്ന ഒരു സത്യം ബാലചന്ദ്രൻ തിരിച്ചറിഞ്ഞേക്കാണ്. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എപ്പിസോഡുകൾ ഒരു അടിപൊളി എപ്പിസോഡുകളാട്ടോ. അപ്പോൾ ഇത്രയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ